ഹായ് ഹലോ. സോ ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ട്രക്ക് പറഞ്ഞാൽ നമ്മൾ അടുത്ത എക്സ്പെഡിഷൻ ആയിട്ടുള്ള സർപ്പാസ് ആണ്. സോ സർപ്പാസിൻ്റെ പാക്കേജിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ടോട്ടലുള്ള അക്കോമഡേഷൻ, ഫുഡ്, പെർമിറ്റ്സ്, മലയാളി ഗൈഡ്, ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ഇതൊക്കെ ആയിരിക്കും. അപ്പം ഡേ ടു ഡേ പ്ലാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ നാട്ടിൽ നിന്ന് എങ്ങനെ എത്താനുള്ളത് നോക്കാം. കേരളത്തിൽ നിന്നാണെങ്കിൽ ഡൽഹിയിലേക്കാണ് ഫസ്റ്റ് എത്തേണ്ടത്. 2 ദിവസത്തെ അടുത്തുള്ള ട്രെയിൻ യാത്ര ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുക്കുള്ള ആദ്യത്തെ സംശയമാണ് പൊതുവെ ഉണ്ടാവുന്ന ട്രെയിൻ ടിക്കറ്റ്സ് എങ്ങനെ കിട്ടുന്നുള്ളത്. കാരണം നമ്മളെ ഭൂരിഭാഗം ബാച്ചസിൻ്റെയും ഗസ്റ്റ് നമ്മൾ ബാച്ചിൻ്റെ 2 ആഴ്ച മുമ്പായിട്ടൊക്കെ ആയിരിക്കും കൺഫർമേഷൻ തരാം. സോ ആ ഒരു ടൈമിൽ എങ്ങനെ നോക്കിയാലും ട്രെയിൻ ടിക്കറ്റ്സ് കിട്ടില്ല. സോ ഇതിനായിട്ട് നമ്മൾ കൊണ്ടുവന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏജൻറ്റുമാരെ ഹയർ ചെയ്യുന്നതാണ്. അത് ഈ വീഡിയോൻ്റെ അവസാന ഭാഗത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അങ്ങനെ ട്രെയിൻ കയറി ഡൽഹി എത്തിയാൽ ഡൽഹിയിൽ നിന്ന് ഓവർനൈറ്റ് ബസ് ഉണ്ടാവും കസോളിലേക്ക്. ഉദാഹരണത്തിന് ഇന്ന് രാത്രി കയറിയാൽ നാളെ രാവിലെ കസോൾ എത്തുന്ന കോലത്തിലാണ് പൊതുവെ ഉണ്ടാവൽ. ഡയറക്റ്റ് AC സെമി സ്ലീപ്പറും ബസ്സും ആയിരിക്കും ഉണ്ടാവുക. അത് 500-600 റുപ്യ റേഞ്ചിൽ ബസ് കിട്ടും. അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് പോരാവുന്നതാണ്. ഡൽഹിയിൽ കശ്മീരി ഗേറ്റ് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിൽ നിന്നാണ് ഈ ബസ് കിട്ടുക. കശ്മീരി ഗേറ്റിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, മെട്രോ വഴി പോകുന്നതുള്ളൂ. അത് നിങ്ങൾ കൺഫർമേഷൻ തന്നാലും നമുക്ക് ഗ്രൂപ്പ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് തരാവുന്നുള്ളൂ. ഇനി നമ്മൾ ഡേ ടു ഡേ ഐറ്റിനറിനെ പറ്റി മെൻഷൻ ചെയ്യാനാണെങ്കിൽ നമ്മളെ ഷോർട്ട് ഐറ്റിനറി പ്രകാരം 4 nights 5 days 49 കിലോമീറ്റേഴ്സുള്ള ട്രക്കാണ്. 4 nights 5 days ആണുള്ളത്. ഡേ 1 പറഞ്ഞാൽ കസോളിൽ നിന്ന് ഗ്രഹൻ വില്ലേജിലേക്കുള്ള ട്രക്കായിരിക്കും. അത് കഴിഞ്ഞ് ഡേ 2 ഗ്രഹനിൽ നിന്ന് മിൻതാജിലേക്കും, ഡേ 3 മിൻതാജിൽ നിന്ന് നാഗരൂവിലേക്കും, ഡേ 4 നാഗരൂവിൽ നിന്ന് ബിസ്കേരി താജിലേക്ക് സർപ്പാസ് വഴി, അന്നാണ് സർപ്പാസ് നമ്മൾ ക്രോസ് ചെയ്യുക. സർപ്പാസ് വഴി ബിസ്കേരി താജിലേക്കും ആയിരിക്കും പോവാം. അത് കഴിഞ്ഞ് ഡേ 4 ബിസ്കേരി താജിൽ സ്റ്റേ അടിച്ചതിന് ശേഷം ബർഷേനിക്ക് പോയി അവിടെ നിന്ന് കസോളിലേക്ക് ഡ്രൈവ് ചെയ്ത് നമ്മൾ പാക്കേജ് എൻഡ് ചെയ്യും. ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ ഡേ 1 രാവിലെ ആയിരിക്കും നിങ്ങൾ കസോളിലെത്തുക. ഓക്കെ, അവിടെ നമ്മൾ പിക്കപ്പ് ചെയ്തിട്ട് നിങ്ങളെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിക്കും. സ്റ്റാർട്ടിംഗ് പോയിന്റ് പറഞ്ഞാൽ പാർവതി റിവർ ഉണ്ടല്ലോ, അതിൻ്റെ ഒക്കെ മുകളിൽ കൂടെ ഒരു ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്തിട്ട് നമ്മൾ ട്രയൽസിലൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ട്രക്ക്. നല്ല സീനിക് ആയിട്ടുള്ള റൂട്ടായിരിക്കും. ഈ പാർവതി താഴ്വാരയിലൂടെ പൈൻമരങ്ങളൊക്കെ ഇടയിലൂടെ പുഴകളൊക്കെ കണ്ട് ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. സ്പെഷ്യലി പീസ്ഫുൾ ആയിരിക്കും. കാരണം വെച്ചാൽ കുറേ വില്ലേജസ് ഒക്കെ വരാണ്ട്, കസോളാണെങ്കിലും അല്ലെങ്കിൽ ഗ്രഹനാണെങ്കിലും ഒക്കെ ഭയങ്കര ഭംഗിയുള്ള. അപ്പോൾ ഗ്രഹനിലേക്ക് എത്താനാണ് നമ്മൾ പോകേണ്ടത്. മോഡറേറ്റ് ആയിട്ടുള്ള ട്രക്കായിരിക്കും ഈ ഫസ്റ്റ് ഡേ ഉണ്ടാവുക. രത്താപ്പാനി ആയിട്ടുള്ള വില്ലേജിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് എത്തും. അതാണ് ഹാഫ് വേ പോയിന്റ്. അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും പോകും. അങ്ങനെ അന്ന് ഗ്രഹണെത്തും. ഗ്രഹണിൽ സ്റ്റേ, ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഗ്രഹണിലെ ലോക്കൽ ലൈഫും വില്ലേജസൊക്കെ കണ്ടിട്ട് പീസ്ഫുള്ളായിട്ട് ഉറങ്ങും. പിറ്റേന്ന് ഗ്രഹണിൽ മിൻതാജിലേക്ക് നമ്മൾ ഫസ്റ്റ് ഡേ ഫുഡ് കഴിച്ചിട്ട് ഗ്രഹണിൽ ഫുഡ് കഴിച്ചിട്ട് മിൻതാജിലേക്ക് പുറപ്പെടും. ഈ വില്ലേജസിനൊക്കെ കണ്ട് ചെറിയ അരുവികളൊക്കെ ക്രോസ് ചെയ്ത് സീനിക് റൂട്ടൊക്കെ കണ്ട് മൗണ്ടെയിൻസും കണ്ട് അപ്പോഴേക്കും നമ്മൾ കുറേശ്ശെ ഹൈറ്റ് കൂടാൻ തുടങ്ങും. നമ്മൾ ഫീൽ ചെയ്യും തണുത്ത കാറ്റ്. ഈ ഓക്കിൻ്റെയും പൈൻ്റെ മരങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കര ബ്രെത്തേക്കിംഗ് ആയിട്ടുള്ള ഈ മലകളെ കാഴ്ചകൾ കാണാൻ കഴിയും. മിക്കവാറും ഇവിടെ നിന്നായിരിക്കും നിങ്ങൾ ഈ ആട്ടിടയന്മാരെയും ആടുകളൊക്കെ കാണാൻ പോകുന്നത്. ഭയങ്കര രസമുള്ള ആടുകളാണ് ഈ ഏരിയാസിൽ കാണാൻ പോകുന്നത്. എസ്പെഷ്യലി ഹിമാലയൻ റീജിയൻസ് ആയതുകൊണ്ട് തന്നെ നല്ല വൂളുണ്ടാവും, കട്ടിയിൽ വൂളുണ്ടാവും. സോ കാണാൻ നല്ല ക്യൂട്ടായിരിക്കും. അങ്ങനെ കണ്ട് നമ്മളെന്താവും മിൻതാജിലേക്ക് എത്തും. മിൻതാജ് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞാൽ ഇവിടെ നമ്മൾ സ്റ്റേ അടിക്കും, അന്ന് ടെൻ്റ് അടിക്കും. ഓക്കെ, മിൻതാജ് പറഞ്ഞാൽ ഒരു മെഡോ ആണ്, എന്ന് വെച്ചാൽ ഒരു പുൽമേട്. അങ്ങനെ ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഫുഡൊക്കെ കഴിച്ച് അന്ന് അവിടെ സ്റ്റേ. സീനിക് റൂട്ടാണ്, ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അത് കഴിഞ്ഞ് ഡേ 3 മിൻതാജിൽ നിന്ന് നാഗരൂവിലേക്ക്. ഇവിടുന്ന് കുറേശ്ശെ സ്റ്റീപ്പാവാൻ തുടങ്ങും. റൂട്ട് കുറച്ചധികം സ്റ്റീപ്പാകാൻ തുടങ്ങും, കുത്തനാവാൻ തുടങ്ങും. ഈ മരങ്ങളൊക്കെ കുറയാൻ തുടങ്ങും. പിന്നെ നമ്മൾ റോക്കി ടെറൈൻ ആവും, പ്രോപ്പറായിട്ടുള്ള റോക്കി ടെറൈൻ. മിക്കവാറും ഇവിടെ നിന്നായിരിക്കും നമ്മൾ ഫസ്റ്റ് സ്നോ കിട്ടാൻ ചാൻസ് ഉള്ളത്. മോസ്റ്റ് ലൈക്ലി ചിലപ്പോൾ മുകളിൽ നിന്നായിരിക്കും, ബട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവുന്നതിലാണ് പൊതുവെ ഉള്ള കണ്ടീഷനിൽ നമ്മൾ കാണാറ്. ഇവിടെ നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യാൻ തുടങ്ങും. തണുപ്പ് കാറ്റും മലകള എൻവയോൺമെൻറ്റും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇവിടെയും കുറേ അരുവികളും ഒക്കെ ക്രോസ് ചെയ്യാൻ തുടങ്ങും, ചെറിയ ചെറിയ അരുവികൾ. കാരണം സമ്മർ ആയതുകൊണ്ട് തന്നെ എന്താവും ഈ ഐസ് മെൽറ്റായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് കാണാൻ കഴിയാൻ തുടങ്ങും ഈ ചെറിയ ചെറിയ അരുവികളും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ നാഗരൂവിൽ എത്തും. മിൻതാജിന് നാഗരൂവിൽ എത്തും ഡേ 3 അവിടുത്തെ ക്യാമ്പ് സൈറ്റിൽ. ഏറെക്കുറെ എല്ലാ ദിവസങ്ങളിലും നമ്മൾ ട്രക്ക് ഒരു ഉച്ച നേരമൊക്കെ തിരിയാൻ നേരമാകുമ്പോഴേക്കും കഴിയും. ഓക്കെ, അത്രയും നമ്മൾ എല്ലാ ദിവസവും നടത്തിപ്പിക്കുള്ളൂ ആൾക്കാരെ കൊണ്ട്. അങ്ങനെ അന്ന് അവിടെ റെസ്റ്റ് എടുത്ത് നമ്മൾ ഏറെക്കുറെ നല്ലൊരു ഹൈ ആൾട്ടിറ്റ്യൂഡ് എത്തി തുടങ്ങും ഈ ടൈം ആകുമ്പോഴേക്കും. അതുകൊണ്ട് തന്നെ ഭയങ്കര ബ്രെത്തേക്കിംഗ് ആയിട്ടുള്ള സ്റ്റാറിൻ്റെ വിഷ്വൽസൊക്കെ ഇപ്പോൾ കാണാൻ കഴിയും. എസ്പെഷ്യലി ഹിമാലയാസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റാറിൻ്റെ കേസ് ചെയ്യണ വിഷ്വൽസൊക്കെ ആ ടൈം ആകുമ്പോൾ കാണാൻ കഴിയും. അത് കഴിഞ്ഞ് ഡേ 4 ഇന്നാണ് നമ്മളെ മെയിൻ ഹൈലൈറ്റ് ഉള്ള ദിവസം. നാഗരൂന്ന് ബിസ്കേരി താജിക്ക് പോകും വിയ സർപ്പാസ്. ഇന്നാണ് ഡേ 4 നമ്മൾ പ്രോപ്പറായിട്ട് സർപ്പാസ് ക്രോസ് ചെയ്യുക. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതാണ്. സർപ്പാസിലേക്ക് ക്രോസ് ചെയ്യാൻ പറഞ്ഞാൽ പ്രോപ്പർ മൗണ്ടനിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഭയങ്കര പീക്കായിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പ് ആയിരിക്കും. നമ്മൾ വേറെ തന്നെ ഒരു പ്ലാനറ്റ്, ഇതുവരെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയാത്തൊരു ഒരു എൻവയോൺമെൻറ്റ് എത്തിപ്പോവും. 360 ഡിഗ്രിയിൽ മലകൾ, മഞ്ഞ് മൊത്തത്തിൽ മൂടി കിടക്കുന്ന മലകൾ, ഭയങ്കര ഭംഗിയാണ്.
ശരിക്കും ഒരു ഏലിയൻ പ്ലാനറ്റ് എത്തിയൊരു ഫീൽ കിട്ടും. ലൈക്ക് വെള്ളം മൂടി പൊതിച്ച ഒരു എൻവയൺമെൻറ്റ്, അത് മാത്രം, മരങ്ങളൊന്നും ഉണ്ടാവില്ല. അതിനിടെ കൂടെ നമ്മൾ ട്രക്ക് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്, ശരിക്കും പീക്ക് അഡ്രിനാലിൻ. അത് ലൈക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല വേറെ ഒന്നുമായിട്ട്. നമ്മൾ പലരും വേറെയും കുറേ ട്രക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ കീർഗംഗ ചെയ്തിട്ടുണ്ടാവും ഗസോളിൽ തന്നെ, അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിൽ ഈ സീസണിലൊക്കെ കളിച്ച കേദാർകന്ത ചെയ്തിട്ടുണ്ടാവും. ബട്ട് ഈ ട്രക്കിന് മുമ്പിൽ അതൊക്കെ മാറി നിൽക്കും. 13,800 ഫീറ്റിൻ്റെ ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ കറൻലി ഉള്ളത്. ഈ കേദാർകന്തൻ്റെയൊക്കെ 1,500 ഫീറ്റ് മുകളിൽ. ഓക്കെ, കേദാർകന്ത 12,500 വരുന്നത്, അതിലും മുകളിൽ ശരിയായ അഡ്രിനാലിൻ റഷ് വരും. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ എന്താക്കും, സർപ്പാസ് ക്രോസ് ചെയ്ത് ബിസ്കേരി താച്ചിലെത്തി. ബിസ്കേരി താച്ചിൽ സ്റ്റേ അടിച്ചിട്ട് പിറ്റത്തെ ദിവസം ഡേ 5 ലാസ്റ്റ് ഡേ ബിസ്കേരി താച്ചിൽ നിന്ന് ഒറ്റ സ്ട്രെച്ചിൽ ബർഷേനിക്ക് താഴോട്ട് ഇറങ്ങും. അത് ഇറക്കം ആയതുകൊണ്ട് എളുപ്പത്തിൽ കഴിയേണ്ടതാണ്, വലിയ ബുദ്ധിമുട്ടില്ലാതെ കഴിയും. ബിസ്കേരി താച്ചിൽ നിന്ന് ബർഷേനി നമ്മൾ ഡ്രൈവ് പിക്ക് ചെയ്തിട്ട് നമ്മളെ തിരിച്ച് കസോളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ പാക്കേജ് അവിടെ നിന്ന് എൻഡ് ചെയ്യും. അങ്ങനെ നമ്മൾ പ്ലാൻ വരുന്നത്. ഓക്കെ, പിന്നെ നമ്മളെ ബേസിക് ആയിട്ടുള്ളൊരു ട്രക്ക് മാപ്പ് വരുന്നത് വെച്ചാൽ ഇങ്ങനെയാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണാം, റൂട്ടും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം വരാൻ ചാൻസ് ഉള്ളത് പറഞ്ഞാൽ ഈ ഗിയേഴ്സ് എവിടെ നിന്ന് വാങ്ങാമെന്നുള്ളതിനെ പറ്റിയാണ്. സോ ഗിയേഴ്സ് 2 ഓപ്ഷൻസ് ഉള്ളത്. ഒന്നെങ്കിൽ ഗിയേഴ്സ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാങ്ങാം, അല്ലാന്നാണെങ്കിൽ റെൻറ്റിനെടുക്കാം. ഗിയേഴ്സ് വാങ്ങാനാണെങ്കിൽ ഡൽഹിയിൽ നിന്ന് ചെയ്യാവുന്നതാണ്. ലൊക്കേഷൻസ് സരോജിനി മാർക്കറ്റ് അല്ലെങ്കിൽ ചോർ ബസാർ, സൺഡേ മാർക്കറ്റിൽ, കബൂത്തർ മാർക്കറ്റുകളിൽ ചോർ ബസാറിൽ പോയാലും ജാക്കറ്റും കാര്യങ്ങളും കിട്ടും. ബട്ട് ഇപ്പോൾ കുറേശ്ശെ ഡൽഹിയിലൊക്കെ സമ്മറായി തുടങ്ങിയിട്ടുണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങൾ അവൈലബിലിറ്റി കുറേശ്ശെ കുറഞ്ഞിട്ടുണ്ട്. നാട്ടിൽ നിന്ന് വാങ്ങുന്നതിന് വിഷയമൊന്നുമില്ല, ഡിക്കാത്തലോന്നൊക്കെ നല്ല ഹൈ ക്വാളിറ്റി സാധനം കിട്ടും. അല്ലെങ്കിൽ പിന്നെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വെച്ചാൽ നമ്മൾ പലരും ഡെയിലി ഒന്നും ട്രക്കുകളും കാര്യങ്ങളൊന്നും പോകാത്ത ആൾക്കാരാണ്. വളരെ റെയറായിട്ട് പോകുന്ന ആൾക്കാരാണ് നമ്മൾ. സോ വലിയ സംഖ്യ കൊടുത്തിട്ട് ജാക്കറ്റും കാര്യങ്ങളും എക്യുപ്മെൻസും വാങ്ങി നമുക്ക് കാര്യത്തിൽ പറഞ്ഞാൽ ഒക്കില്ല. ഒരു സർപ്പാസിൻ്റെ ട്രക്ക് പോയി വരാനുള്ള പൈസ ചിലപ്പം ഗിയറിൽ നമുക്ക് എക്സ്പെൻസിൽ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു ഫീച്ചറാണ് റെൻ്റൽ ഗിയേഴ്സ്. സോ റെൻ്റൽ ഗിയേഴ്സ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ റെൻ്റൽ ഗിയേഴ്സിൻ്റെ ചാർട്ട് ഇപ്പം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, റേറ്റ് എത്ര കാര്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ അടുത്ത ആൾക്കാരുടെ സംശയം ഉള്ള വേറൊരു കാര്യമാണ് വാട്ട് ടു ക്യാരി. എന്തൊക്കെയാണ് നമ്മൾ ഈ ട്രക്കിൻ്റെ ഇടയിൽ ക്യാരി ചെയ്യേണ്ടത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ വാം ക്ലോത്ത്സ് നല്ലോണം കയ്യിൽ കൊണ്ടുവരണം. എന്താ വെച്ചാൽ തെർമൽസ്, ഫ്ലീസ്, ഡൗൺ ജാക്കറ്റ്, ഇങ്ങനെ 3 ലെയറായിട്ടാണ് വേണ്ടത്. തെർമൽസ് പറഞ്ഞാൽ ഉള്ളിലുള്ള ലെയർ, അതിൻ്റെ പുറമെ ഒരു ഫ്ലീസ് അല്ലെങ്കിൽ സ്വെറ്ററോ ഒരു കട്ടിയുള്ള സാധനം ലൈക്ക് ഹുഡി ആവാം, ഒന്നെങ്കിൽ ഫുൾ കൈയുള്ള സ്വെറ്റർ ആവാം, ഇത് രണ്ടും ആവാം. അതിൻ്റെ പുറമെ പ്രോപ്പറായിട്ടുള്ള ഡൗൺ ജാക്കറ്റ്, നല്ല ഹെവി ഹീറ്റ് ഇൻസുലേഷൻ വേണം, ചെറിയ വിൻഡ് റെസിസ്റ്റൻസ് വേണം, കുറച്ച് വാട്ടർ പ്രൂഫ് ആയിരിക്കണം. വാട്ടർ പ്രൂഫ് ആയിരിക്കണം എന്ന് പറയാൻ വെച്ചാൽ ഐസ് മെൽറ്റായിട്ട് ഉള്ളോട്ട് കയറരുത്, അത് ഉറപ്പ് വരുത്തണം. പിന്നെ ട്രക്കിംഗ് പാൻസ് വേണം, 2-3 പെയർ എന്തായാലും വേണ്ടി വരും, പെട്ടെന്ന് ഉണങ്ങുന്ന ടൈപ്പുള്ളത് വേണം. പിന്നെ വേണ്ടത് പറഞ്ഞാൽ വൂളൻ ക്യാപ്പ് വേണം, ഗ്ലൗസ് വേണം, മഫ്ലർ വേണം. ഇതൊക്കെ നമ്മൾ ഈ തണുത്ത കാറ്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനാണ്, സ്കിന്ന് ഡ്രൈ ആയി പോകും പെട്ടെന്ന്, അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാനാണ്. പിന്നെ വേണ്ടത് പറഞ്ഞാൽ സൺഗ്ലാസസ് ആണ്. സൺഗ്ലാസസ് വേണമെന്ന് പറയാൻ വെച്ചാൽ ഈ മഞ്ഞിൽ ഈ സൂര്യൻ്റെ വെയിലടിച്ചാൽ സൺ ബ്ലൈൻഡ്നെസ് വരും, റിഫ്ലക്ട് ചെയ്തിട്ട് UV റേസിൻ്റെ ഒക്കെ ആഘാതം കാരണം. അത് ഒഴിവാക്കാൻ വേണ്ടി സൺഗ്ലാസസ് നിർബന്ധമാണ്. 2 പേരുണ്ടായാൽ വളരെ നല്ലത്, കാരണം പലരുടെയും സൺഗ്ലാസസ് മിസ്സിങ് ആയ കേസ് പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുണ്ട്. 2 പേർ കരുതണതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ വേണ്ടത് പറഞ്ഞാൽ സൺസ്ക്രീനാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ സൺസ്ക്രീൻ വേണ്ടി വരും ചൂട് ഒഴിവാക്കാൻ. പിന്നെ ഒരു 50 അല്ലെങ്കിൽ 60 ലിറ്ററിൻ്റെ ഒരു ബാഗ്, റെയിൻ കവറുള്ള ഒരു ബാഗായ നല്ലത്. പിന്നെ സ്വാഭാവികമായിട്ട് വാട്ടർ ബോട്ടിൽസ്, പേഴ്സണൽ മെഡിസിൻസ് കാര്യങ്ങൾ, ഫസ്റ്റ് എയ്ഡിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ പേഴ്സണൽ മെഡിസിൻ ക്യാരി ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. പിന്നെ സ്വാഭാവികമായിട്ട് പവർ ബാങ്കും ചാർജിങ് കേബിളും. ഒറ്റ പവർ ബാങ്ക് മുതലൊക്കെ നിൽക്കുമെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉറപ്പ് തരാൻ കഴിയില്ല, കാരണം 4 days ഉള്ള ട്രക്കാണല്ലോ, അതിൽ എല്ലായിടത്തൊന്നും കറണ്ടിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവില്ല സ്വാഭാവികമായിട്ട്. സോ ഒന്നെങ്കിൽ 20,000 25,000 ഒക്കെ ഉള്ള പവർ ബാങ്ക്, അല്ലെങ്കിൽ 20,000 ഒരു 10,000. എന്തായാലും 2 പവർ ബാങ്ക് ഉണ്ടായാൽ ഏറ്റവും ബെസ്റ്റ് നല്ലത്. ഒറ്റ പവർ ബാങ്കിലും ജീവിക്കാൻ കഴിയുന്നവരൊക്കെ ഉണ്ട്, വിഷയമൊന്നുമില്ല. പിന്നെ ടോയ്ലറ്ററീസും ബേസിക് ഹൈജീൻ കിറ്റും, ഇതൊക്കെയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. സോ അപ്പം നമ്മളെ നൊമാഡിക് ട്രെയിൽസിൻ്റെ കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു സർപ്പാസ് അനൗൺസ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കറൻ്റ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതുവരെ സീസണിൽ ഫോക്കസ് ചെയ്താൽ ഈ കഴിഞ്ഞ വിൻ്ററിൽ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ അണ്ടറിൽ 155-ലധികം ഗസ്റ്റ് കേദാർകന്ത കയറിയിട്ടുണ്ട്. അതുപോലെ പിന്നെ നമ്മൾ ചെയ്ത വേറൊരു ട്രക്കാണ്, ഗ്രാൻഡ് ട്രക്കാണ് ട്രിയോൺ ട്രക്ക്. ഇതിലിപ്പോൾ കറൻ്റ് 75-76 അടുത്ത് ഗസ്റ്റ് കയറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തിരുന്നാൽ കോളേജ് ജീവികളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്, അതിൽ ഏറെക്കുറെ 80 ഇങ്ങനെ. സോ മൊത്തത്തിൽ ഈ സീസണിൽ നമുക്ക് നല്ലൊരു ഓവർവെൽമിംഗ് ആയിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ് കിട്ടിയത്. സോ ആ ഒരു റെസ്പോൺസിനാണ് നമ്മൾ സർപ്പാസിൻ്റെ കാര്യത്തിലും പ്രതീക്ഷിക്കുന്നത്. അപ്പം ഈ കഴിഞ്ഞ ഒരു 5 months ഉള്ളിൽ മാത്രമേ നമുക്ക് ദൈവാനുഗ്രഹം എന്ന് തന്നെ പറയണം. മൊത്തത്തിൽ 17.3 lakhിൻ്റെ ടേൺ ഓവറിൽ വന്നിട്ടുണ്ട് റവന്യൂ. അപ്പം ഈ കണ്ട എക്സ്പീരിയൻസും നമ്മൾ ഈ റെസ്പോൺസൊക്കെ കണ്ടിട്ടാണ് നമ്മളിപ്പോൾ ഇത് അനൗൺസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ക്വാളിറ്റിയിലും കാര്യങ്ങളൊക്കെ ആൾക്കാർ വിശ്വാസം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഗസ്റ്റ് വന്നിട്ടുള്ളത്. സോ ആ ഒരു റെസ്പോൺസ് തന്നെയാണ് നമ്മൾ സർപ്പാസിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത്.
സോ എന്തായാലും ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നാണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പം താങ്ക് യു. ഇതുപോലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്രാവൽസും ട്രിപ്പിൻ്റെയും പാക്കേജിൻ്റെ ഒക്കെ അപ്ഡേറ്റ്സും കാര്യങ്ങളും അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.